നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്റർ മയാമി FC പോർട്ടോയെ പരാജയപ്പെടുത്തിയത് ലിയോ മെസ്സിയുടെ സൂപ്പർ ഫ്രീ കിക്കിലാണല്ലോ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു നോർത്ത് അമേരിക്കൻ ടീം യൂറോപ്യൻ ടീമിനെ ഒഫീഷ്യൽ കോമ്പറ്റീഷനിൽ പരാജയപ്പെടുത്തുന്നത്. ഇത് വരാനിരിക്കുന്നതിൻ്റെ സൂചന എന്ന രൂപത്തിൽ നമ്മൾ കണ്ടു. തൊട്ടു പിന്നാലെ ബോട്ടഫാഗോ PSG തകർത്തങ്ങ് തരിപ്പണമാക്കി. ഒറ്റ ഗോളിനല്ലേ ജയിച്ചു, അതൊക്കെ തകർത്ത് തരിപ്പണമാക്കലാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമൻറ്റ് കണ്ടു. തീർച്ചയായിട്ടും ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളുമായി വന്ന ടീമിനെ ഒരു ബ്രസീലിയൻ ടീം തോൽപ്പിച്ചെങ്കിൽ അത് ലീഗുകളുടെ അന്തരം നോക്കുമ്പോൾ അതൊരു തകർത്ത് തരിപ്പണമാക്കൽ തന്നെയാണ്. കാരണം യൂറോപ്യൻ ചാമ്പ്യന്മാരെയാണ്, ലോകം അടക്കി ഭരിക്കുന്നവരാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരെയാണ്. അപ്പോൾ അത് ആ അർത്ഥത്തിൽ കണ്ടാൽ മതി, അത് വേറെ കാര്യം. എന്തായാലും മെസ്സിയുടെ ഫ്രീ കിക്കാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. മെസ്സിയുടെ ഫ്രീ കിക്ക് ഗോൾ, അത് തീർച്ചയായിട്ടും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയൊരു മെസ്സി മാജിക് തന്നെയായിരുന്നു. ആ ഗോളിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ ആ ഷോട്ട് അടിച്ചത് എന്തുകൊണ്ട് അങ്ങനെ ഷോട്ട് അടിച്ചു? കാരണം ഗോൾ കീപ്പർ മിഡിലിൽ നിൽക്കുന്നു, മറുഭാഗത്തേക്ക് അടിക്കാമായിരുന്നു. അതിന് മുതിരാതെ അദ്ദേഹം ആ കോർണർ ലക്ഷ്യമാക്കി തൊടുക്കുകയാണ് ചെയ്തത്. ഞെട്ടിച്ചുകൊണ്ട് പന്ത് വലയിലേക്ക് കയറുന്നതാണ് കണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഷോട്ട് ഉതിർത്തു, എന്തുകൊണ്ട് ആ ഒരു തീരുമാനത്തിലേക്ക് പോയി ലിയോ മെസ്സി കളിക്ക് ശേഷം അദ്ദേഹത്തോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കിക്ക് എടുക്കാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചെന്ന് ചോദിക്കും. അദ്ദേഹത്തിൻ്റെ മറുപടി സത്യം എന്താണെന്ന് വെച്ചാൽ ഗോൾ കീപ്പർ പോസ്റ്റിൻ്റെ മിഡിലിൽ പൊസിഷൻ ചെയ്ത് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഗോൾ കീപ്പർക്കും ഗോൾ പോസ്റ്റിനും ഇടയിൽ സ്പേസ് ഞാൻ കണ്ടു. ഈ വോളിന് മുകളിലൂടെ അടിക്കുക, ബോൾ പോവുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു. കാരണം വളരെ ടോൾ പ്ലെയേഴ്സ് ആ വോളിൽ ഉണ്ടായിരുന്നു. സോ ഞാനൊരു ചാൻസ് എടുത്തു, ആ കോർണറിലേക്ക് അടിക്കുക എന്ന ചാൻസ് ഞാൻ എടുത്തു. അതിൻ്റെ ഫലമായാണ് ആ ഗോൾ പിറന്നത് എന്ന് സാക്ഷാൽ ലിയോ മെസ്സി പറയുന്നു. ഫ്രീ കിക്ക് ഗോളാണ്, ആരാധകരുടെ മനം കുളിർപ്പിച്ച ഗോളാണ്. അത് അവരുടെ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ കളിയിലെ പോലെ തന്നെയാണ്. ആദ്യ പകുതിയിൽ മയാമി അത്ര മികച്ച കളിയായിരുന്നില്ല. യുവതാരങ്ങൾ ഒരൽപ്പം നെർവസ് ആയിരുന്നു എന്ന് തന്നെ മെസ്സി പറയുന്നു. ഇത്തരത്തിലുള്ള വലിയ മത്സരങ്ങൾ കളിക്കുമ്പോൾ അവർ നെർവസ് ആയിരുന്നു. പക്ഷേ ടീമിന് ആരോടും കോമ്പീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുകൂടി മെസ്സി പറയുന്നുണ്ട്. അടുത്ത മത്സരം പാൽമിറാസിനെതിരെയാണ്. ഇന്റർ മയാമി ഇതാ റൗണ്ട് ഓഫ് 16 തൊട്ടരികിലാണ്. അവർക്കതിന് കഴിയുമെന്ന പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുന്നു. മെസ്സി മാജിക്കിൽ തന്നെയാണ് പ്രതീക്ഷ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.